ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം നിങ്ങളോട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്, അവരെന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്. വാട്ട് യു റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ടെൽ യു റൈറ്റ് നൗ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ള തേർഡ് പാർട്ടി എനർജിയാണ് കാണുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടി എനർജിയിലൂടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കൂടുതൽ പേരും. അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഒന്നിച്ച് ചേരുന്ന നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് ചേരാൻ കഴിയാത്ത വിധത്തിൽ ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നുള്ളൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം അവർക്കിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്തോഷം, ആ തമാശകൾ നിറഞ്ഞ അന്തരീക്ഷമൊക്കെയും അവർക്കിപ്പോൾ മിസ്സാവുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം നിങ്ങളിൽ പലരും ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ട്. പക്ഷെ അതിനുള്ള ആ ഒരു ടൈം കടന്നു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇനി അവർക്കൊരവസരം നിങ്ങൾ നൽകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ചില സമയങ്ങളിൽ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മിസ്സാവുന്നു എന്ന് തോന്നുന്നു. ആ ഒരു മിസ് ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോട് കൂടുതലായിട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ആൻഡ് ദെൻ അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എത്രത്തോളം ഡീപ്പായിട്ടാണോ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരുന്നത്, ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനം ഇപ്പോഴുണ്ട് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകലങ്ങളിലായപ്പോൾ അവർ കൂടുതലും മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഒരു റിഫ്ലക്ഷൻ അവരിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഈ വ്യക്തി. ഓക്കെ, ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥാനം എത്രത്തോളം ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവർക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള പല അവസരങ്ങളും അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ഒപ്പം നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല എന്നും അവർ പറയുന്നുണ്ട്. ആൻഡ് അവരുടെ ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ പാർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവർ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ എന്താണോ അവർക്ക് നൽകിയത് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും തിരിച്ച് നൽകണമെന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ കാരണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു വേദന, നിങ്ങളിലുണ്ടാക്കിയ ഒരു ഡാമേജ്,
അതൊക്കെ ഓർത്ത് അവർക്കിപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ, ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങനെ ഒരു പ്രത്യേകമായി സെപ്പറേഷൻ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്താതെ തന്നെ മാനസികമായിട്ടുള്ള അകൽച്ചയിലാണെങ്കിൽ പോലും അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് എല്ലാം ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞ് ഇതെല്ലാം കണക്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു റീയൂണിയനിലേക്ക് പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബൈ ലൈങ് ഐ റിപ്ഡ് ഹാസ് എപ്പാർട്ട്, ഒരുപാട് തെറ്റുകൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ കീപ്പ് ചെയ്തു പോകുന്നു. അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നാണ് അവർ പറയുന്നത്. ആൻഡ് എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, നിങ്ങളെക്കാളും നിങ്ങളെയും അവരെയും തമ്മിൽ അവരൊരു മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയതുപോലെ ആയി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്പേസിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവർ ശരിക്കും നിങ്ങളുടെ ആ ഒരു വോയിസ് പോലും മിസ് ചെയ്യുകയാണ്. നിങ്ങളെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാൻ അവരിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് ഒത്തിരി നേരം സംസാരിച്ചിരിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. മേ ബി അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന റീഡിംഗ് ഇതാണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.